ഫ്ലാഷ് ബാക്ക്. ഹലോ ഗായ്സ്, കഴിഞ്ഞ പ്രാവശ്യം എക്സൈസർ വന്നവർ എന്നോട് പറഞ്ഞെന്താണ്, മോനെ എന്റെ കൈമൊന്നൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയതാണ് കേസ് വേറെ വകുപ്പിൽ കുഞ്ഞ് ജയിലിൽ പോകുന്ന അവിടെ കിടക്കേണ്ടി വരുന്നത്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അത് പോലീസുകാരുടെ റോള്, നമ്മളെ റോള്. ഞാൻ സാറോട് പറഞ്ഞ കാര്യം ഇത് ഞാൻ 5 പൈസ കൊടുത്ത് വാങ്ങിയത്. അതായത് ഒരു റുപ്യ നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല. വന്ന് നിനക്ക് ആരും പേടില്ലാണ്ടായി. പക്ഷെ ആ തണ്ടും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, അടിച്ച് നിന്നെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. ഞാൻ എന്റെ പണിക്ക് പോയിരുന്ന വേർത്തൊലിച്ചിട്ട് അധ്വാനിച്ച് വാങ്ങിയ സാധനങ്ങളാണ്. അത് എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. ഇമാതിരി ടീമിനെ എന്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടിക്കും. എന്താണ് എന്റെ ശരീരമാണ് ഇതിൽ വടക്കാകുന്നത്, അതിൽ ദോഷം എനിക്ക് ഇനിയാണ്. അതുകൊണ്ട് എന്താണ് ഒക്കെയാണെങ്കിൽ സഹിച്ചോളൂ. അതിൽ നിങ്ങളെങ്ങനെ തുള്ളിക്കളിച്ചിട്ട് കാര്യമില്ല. വിട്ടോന്ന് പറഞ്ഞു ഓരങ്ങ് പോവുകയും ചെയ്തിരിക്കും. പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോ ഇതൊക്കെ തന്നെ പറഞ്ഞാൽ മതി. വണ്ടി വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ഒരു ഡ്രഗ്സിന്റെ MDMA. പിന്നെ അത് ശരിക്കും MDMA എന്നല്ല, അതായത് കല്ലുപ്പായിരുന്നു. ഇന്നലെ നടന്നെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടങ്ങ് വന്നേ, അതങ്ങ് പോയി. പിന്നെ അത് നമ്മള് വീഡിയോ സോഷ്യലിന്റെ ഭാഗമായിട്ട് ചെയ്ത തെറ്റന്നാണ്. നമ്മളൊരു ആവേശത്തിന് പറയുമ്പോ ഒരു കൊഴുപ്പുണ്ടാവാൻ അതാണ്. തീർച്ചയായിട്ടും നമുക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മള് അത് ഒരു റീച്ചിന് വേണ്ടി ചെയ്താണ്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. പക്ഷെ ഇത്ര റീച്ച് ആവുമെന്ന് വിചാരിച്ചില്ല. പിന്നെന്താണ്, സാർമാരൊക്കെ വന്ന് നമ്മള് തെറ്റ് സമ്മതിച്ചു കൊടുക്കുകയാണ്. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. നമ്മളിതാ ചെയ്ത ഉപ്പ് സാറിന് അതിനെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സാറിന്, അതാ ഉപ്പാണ്, കല്ലുപ്പാണ്. ഒന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. പിന്നെ നമ്മളെന്താണ് ഇനി അങ്ങോട്ടേക്ക് എന്താണ് നല്ല പോസിറ്റീവ് വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. സമൂഹത്തിന് നല്ല രീതിക്കുള്ള തോട്ട്സ് ആയി കിട്ടുന്നത്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ ഒക്കെ വേണ്ടേ. പക്ഷെ ഇത്ര റീച്ച് ആവുമെന്ന് വിചാരിച്ചില്ല. പിന്നെന്താണ്, സാർമാരൊക്കെ വന്ന് നമ്മള് തെറ്റ് സമ്മതിച്ചു കൊടുക്കുകയാണ്. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.